ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പോകുന്നത് സ്കോട്ട്ലാൻഡിലേക്കാണ്. സ്കോട്ട്ലാൻഡിലെ മെയിൻ സിറ്റിയായിട്ട് എഡിൻബറയിലേക്കാണ്. അപ്പോൾ ഈ യാത്രയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടുത്തെ എഡിൻബറ VFSലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അതിൻ്റെ കൂടെ എഡിൻബറയിൽ കുറച്ച് നല്ല സ്ഥലങ്ങളും പ്ലേസസൊക്കെ കാണാമെന്നുള്ള ഒരു പ്ലാനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എഡിൻബറയിലേക്ക് വന്നത് പ്രസ്റ്റണിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടാണ്. അപ്പോൾ പ്രസ്റ്റൺ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് എഡിൻബറ വെവേർലി സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ സർവീസ് ഉണ്ട്. യൂഷ്വലി അവന്തി വെസ്റ്റ് കോസ്റ്റും ഇനി ഒരെണ്ണമായിട്ടുള്ള ട്രാൻസ്പെനി എക്സ്പ്രസ് ആണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളെടുത്തത് അവന്തി വെസ്റ്റ് കോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഈ പ്രസ്റ്റണിൽ നിന്ന് എഡിൻബറയിലേക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ 15 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് 3 hours 45 മിനിറ്റ്സ് ഒക്കെയാണ് എടുക്കുന്നത്. ട്രെയിൻ ജേർണി തന്നെ നല്ല രസമാണ് വഴിയിലൊക്കെ കാണാനായിട്ട്. സ്കോട്ട്ലാൻഡ് ആ ബ്യൂട്ടി അടിപൊളിയാണ്. ടിക്കറ്റ് പ്രൈസസ് കുറച്ച് ഈ സീസൺ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. എഡിൻബറ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിഡ്ജാണ്. ഇതിന് പറയുന്നത് നോർത്തേൺ ബ്രിഡ്ജ് എന്നാണ്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ പ്ലേസ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓൾഡ് ടൗണും ന്യൂ ടൗണിൻ്റെ സെൻറ്ററായിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ നോർത്ത് ബ്രിഡ്ജ് എഡിൻബറയുടെ ഒരു ഫേമസ് ബ്രിഡ്ജാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത് VFS ഓഫീസിലേക്ക് പോയാൽ, പക്ഷെ വന്ന കാര്യം നടന്നില്ല. പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതും അതേപോലെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന റെസിഡൻസിന് സ്കോട്ട്ലാൻഡിൽ ഇനി ചെയ്യാൻ പറ്റില്ല. അതാണ് അവരവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിലും ഇനി നമുക്ക് ബർമിംഗം, മാഞ്ചസ്റ്റർ, ലണ്ടൻ ഇതേപോലത്തെ VFS സെൻറ്റേഴ്സിൽ മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ VFS ഓഫീസിൽ നിന്ന് കുറച്ച് നടന്ന് വരുമ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ചേർച്ച് കാണാൻ പറ്റും. അത് മസ്റ്റ് വിസിറ്റാണ്. അതിന് നല്ല ഹ്യൂജ് സ്ട്രക്ചറാണ് ഈ ചേർച്ച്. ഇത് ആണ് ബാർക്ലേസ് വ്യൂഫോർത്ത് ചേർച്ചാണ്. ഇത് എഡിൻബറയിൽ വെച്ച് കണ്ടതിൽ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ ചേർച്ച് 1860s ബിൽഡ് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്കോട്ടിഷ് ആർക്കിടെക്റ്റാണ്, ജോർജ് ഹെൻഡർസൺ. ഈ ബിൽഡിംഗ് ഒരു ഗോത്തിക് റിവൈവൽ സ്റ്റൈലിലാണ് ആർക്കിടെക്ചർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ചേർച്ചിൻ്റെ മെയിൻലി ബിൽഡ് ചെയ്തിരിക്കുന്നത് പ്രെസ്ബിറ്റേറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേർഷിപ്പ് പ്ലേസ് ആയിട്ട് ആ ടൈമിൽ വ്യൂഫോർത്ത് ഏരിയ ഡെവലപ്പിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വലിയ ചേർച്ച് ആവശ്യമുണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. അതിന് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ ചേർച്ച് ഒരു സമയത്ത് നല്ല ലാർജ് കോൺഗ്രിഗേഷൻ ഉള്ളതായിരുന്നു. ചുറ്റുമുള്ള റെസിഡൻസ് ഒക്കെ ഇവിടെ റെഗുലറായിട്ട് പ്രെയറിനും ഗ്യാതറിങ്സിനും ഒക്കെ വരുമായിരുന്നെന്ന്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കോൺഗ്രിഗേഷൻ കുറഞ്ഞു തുടങ്ങി. പക്ഷേ ചേർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും അത് ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കായിട്ട് തന്നെ തുടർന്ന് പോകണം എഡിൻബറയിൽ. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഹൈ സീലിങ്സ്, വുഡൻ സ്ട്രക്ചർ, ബ്യൂട്ടിഫുൾ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസാണ്. ലൈറ്റ് വിൻഡോയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇൻസൈഡ് അറ്റ്മോസ്ഫിയർ നല്ല കാമായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ അവിടെ തന്നെ ഒരു ലേഡി ഉണ്ട്, അത് മൊത്തം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അവരെല്ലാ കാര്യങ്ങളും ഇതെന്താണ്, അതിൻ്റെ വുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ എന്തോ ഒരു സ്പെസിഫിക് ടൈപ്പായിട്ടുള്ളൊരു സ്റ്റോണാണ് ആ ബിൽഡിങ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. മറന്നുപോയി അതെന്താണെന്ന്. അവരതിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ പിയാനോ അവർ ചേർച്ചിൻ്റെ ഗ്യാതറിങ്സിനും മാസിൻ്റെ ടൈമിങ്സിലൊക്കെ തന്നെ ഈ പിയാനോ വായിക്കും. അത് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഈ ചേർച്ച് ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾ അന്ന് ചെന്ന സമയത്ത് അവിടെ ഒരു എക്സിബിഷനും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അലൗഡ് അല്ലായിരുന്നു, വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ എക്സിബിഷൻസും അതേപോലെ ആർട്ട് ആൻഡ് മ്യൂസിക് എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പുള്ളിക്കാർ പറഞ്ഞത്. അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഫുൾ ഗൈഡഡ് ആയിട്ടുള്ള ടൂർ തന്നെ എടുക്കുന്ന പോലെ ഉണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ശരിക്കും ഒരു കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഓൾഡ് ടൗൺ ഉള്ളത്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ എല്ലാ ഏരിയാസ് ഇത് മൊത്തം വരുന്നത് വ്യൂഫോർത്ത് ഏരിയയാണ്. ആ ചേർച്ചിൻ്റെ അടുത്ത് തന്നെ വ്യൂഫോർത്ത് ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം പോകണം റെയിൽവേ സ്റ്റേഷനിലേക്ക്.
അപ്പോൾ ഞങ്ങൾ ആ വ്യൂ ഫോർട്ട് ഏരിയ തന്നെ കുറച്ച് നടന്നൊക്കെ കണ്ട് ഇവിടെയൊക്കെ നിറച്ച് ഷോപ്സും റെസിഡൻഷ്യൽ ഏരിയാസൊക്കെയാണ്. റെസിഡൻഷ്യലായിട്ടുള്ള ഏരിയയും അതേപോലെ കുറച്ച് ഷോപ്സും ഒക്കെ ഉണ്ട്. നല്ലൊരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ പാർക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല, കുറച്ച് സമയം കുറവായതുകൊണ്ട് ആ പാർക്കിലേക്ക് കയറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഓൾഡ് ടൗൺ ഉള്ളത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ നമുക്ക് കയറാനുണ്ട്. എനിക്കാണെങ്കിൽ നല്ല കാലുവേദനയായിരുന്നു. പക്ഷേ അത് എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ ഓബ്വിയസ്ലി അത് കയറിയാലേ നമുക്ക് അവിടെ എത്തൂ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെ കയറി. പക്ഷേ അത് വേർത്തായിരുന്നു കേട്ടോ. ഈ ഓൾഡ് ടൗണും അതേപോലെ തന്നെ മസ്റ്റ് വിസിറ്റാണ്. നമുക്ക് ഒരു ദിവസത്തെ ട്രിപ്പിന് നമുക്ക് സത്യം പറഞ്ഞാൽ ഓൾഡ് ടൗണും ഈ പറഞ്ഞ പോലെ ചേർച്ചും കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസസ് മാത്രമേ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്കോട്ട്ലാൻഡ് അല്ലെങ്കിൽ എഡിൻബ്ര മൊത്തത്തോടെ ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 1 ഡേ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് സ്ഥലങ്ങൾ, ഒരു 3 to 4 പ്ലേസസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു 1 ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഈ പോണതെല്ലാം തന്നെ ഓൾഡ് ടൗൺ ആയതുകൊണ്ട് ചെറിയ നമ്മൾ വിചാരിക്കും നമുക്ക് ബോംബെ സ്ട്രീറ്റ്സൊക്കെ കാണത്തില്ല, അതേപോലെ ചെറിയ ഗല്ലി ഏരിയ ഒക്കെ, അങ്ങനെ സ്മോൾ ആയിട്ടുള്ള ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഈ സ്റ്റെപ്സിലൂടെ കയറുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു ഓൾഡ് ടൗൺ നടന്നു കയറുന്ന പോലെയാണ്. ഒരു മാജിക് പോലെ തോന്നിക്കും. ഓൾഡ് ടൗൺ എഡിൻബ്രൻ്റെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ഏരിയ ആണ്. ഇവിടെ നടക്കുമ്പോൾ തന്നെ പഴയ സ്റ്റോൺ ബിൽഡിങ്സ്, നാരോ സ്ട്രീറ്റ്സ്, നല്ല പഴക്കമുള്ള ഓൾഡ് സ്റ്റൈലായിട്ടുള്ള ആർക്കിടെക്ചർ എല്ലാം നമുക്ക് കാണാൻ കഴിയുമേ. ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്കിലേക്ക് പോകുന്ന ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. കുറേ ഷോപ്സ് കാണാൻ പറ്റും, കുറേ വലിയ ബിൽഡിങ്സ്, പക്ഷേ എല്ലാം നല്ല പഴയ ബിൽഡിങ്സ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നോക്കിയതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നല്ല മെമ്മറീസ്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മെമ്മറബിളായിട്ട് എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് കാണുകയും ചെയ്യാം, അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു. സ്കോട്ട്ലാൻഡിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം നിന്ന് ഞങ്ങൾ തപ്പിയെടുത്ത് അങ്ങനെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ച്. അതിന് ഏകദേശം ഒരു 4 pounds ആയത്. കുറേ കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് കുറേ ഐറ്റംസ് ഉണ്ട്, കളക്ട് ചെയ്യാൻ പറ്റിയ കുറേ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. ഇവിടെ പല ഷോപ്സിലും മെയിനായിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ് ഐറ്റംസ് ഉണ്ടായിരുന്നേ. അതിൽ മെയിനായിട്ടുള്ളതാണ് ഈ ടാർട്ടൻ ഡിസൈനിലുള്ള നിൽട്ടാണ്. സ്കോട്ട്ലാൻഡിൻ്റെ നാഷണൽ ഐഡൻറ്റിറ്റി പോലെയാണ് ഈ ടാർട്ടൻ പാറ്റേൺ. അതുപോലെ സ്കോട്ടിഷ് സ്കാർഫ്സ്, ഉള്ളൻ ക്യാപ്സ്, ജാക്കറ്റ്സ് എല്ലാം തന്നെ ഇവിടെ കിട്ടും. ഇവിടുത്തെ മെയിൻ വെതർ നല്ല കോൾഡല്ലേ, അവിടുത്തെ വെതർ നല്ല കോൾഡാണ്. അതുകൊണ്ടായിരിക്കണം ഇതേപോലത്തെ ഡ്രസ്സസ് യൂസ് ചെയ്യുന്നത്. കുറേ ടൈപ്പിൽ നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ടാർട്ടൻ ഡിസൈൻസ് ഉണ്ടായിരുന്നേ. പക്ഷേ നല്ല രീതിക്ക് എക്സ്പെൻസീവുമാണ്. അവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു ഒരു 10 പേരെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പാറ്റേണിലെ ഡ്രസ്സസ് യൂസ് ചെയ്തിട്ട്. അത് കൂടുതലും മെന്നാണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ ലേഡീസിന് ആരെയും ആ ഡ്രസ് പാറ്റേൺസിലൊന്നും, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിലൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ മെന്ന് ഇതേപോലത്തെ ഡ്രസ്സിൽ ഞങ്ങൾ കുറച്ച് പേരെ കണ്ടായിരുന്നു. അപ്പോൾ ഓൾഡ് ടൗണിൽ നടക്കുമ്പോൾ തന്നെ പല സൊവനിയർ ഷോപ്സ് കാണാൻ പറ്റുമേ. ഇവിടെ സ്കോട്ട്ലാൻഡ് മെമ്മറിയായി വാങ്ങാൻ പറ്റുന്ന ഐറ്റംസ് കുറേ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഹാരി പോട്ടർ തീമായിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഹാരി പോട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും. ഭയങ്കര രസമായിട്ടുള്ള കുറേ ടൂറിസ്റ്റ് ഇവിടെ നിന്ന് കുറേ മെമ്മറീസ് എടുത്തിട്ട് പോകുന്നത് നല്ല കോമൺ ആയിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. ഹാരി പോട്ടർ ഫാൻസിന് ഓൾഡ് ടൗൺ ഒരു സ്പെഷ്യൽ പ്ലേസ് തന്നെയാണ്. JK റൗളിംഗ് എഡിൻബ്രയിൽ നിന്നാണ് ഇൻസ്പിറേഷൻ ആയതെന്നാണ് പറയുന്നത് സ്റ്റോറി എഴുതാനായിട്ട്. ഇവിടെ നടക്കുമ്പോൾ തന്നെ ചില സ്ട്രീറ്റ്സിൽ ഹോഗ്വാർട്സ് പോലെ തോന്നിക്കുവേ. നാരോ ലെയിൻസും ഓൾഡ് ബിൽഡിങ്സും ഹാരി പോട്ടർ വേൾഡിൻ്റെ ഫീല് തന്നെ നമുക്ക് തരും. അതിൻ്റെ വിക്ടോറിയ സ്ട്രീറ്റാണ് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ്. എസ്പെഷ്യലി ഹാരി പോട്ടർ ഡയഗൺ ആലേ പോലെ ആണ് ഫാൻസ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെയുള്ള കളർഫുൾ ഷോപ്സും കർവ് സ്ട്രീറ്റ്സും നല്ല ഫേമസ് ആണ്. ഹാരി പോട്ടർ ബുക്സ് എഡിൻബ്രയിൽ ആണ് ലാർജ്ലി എഴുതിയിരിക്കുന്നത്. JK റൗളിംഗ് അവിടെയുള്ള
കഫേസിൽ പോയിരുന്ന് എഴുതിയെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി എലിഫൻറ്റ് ഹൗസ് കഫേ, അതാണ് അവിടെ ഭയങ്കര ഫേമസ് ആയത്. അതുകൊണ്ട് തന്നെ എഡിൻബ്ര ഹാരി പോട്ടർ ബർത്ത് പ്ലേസ് ഫീൽ പോലെയാണ് ടൂറിസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഏത് ഷോപ്സിൽ പോയാലും നമുക്ക് നല്ല കുറേ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ മേടിക്കാൻ പറ്റും. ഇതേപോലെ കാസൽ മോഡൽസ്, കീ ചെയിൻസ്, എഡിൻബ്രയിലെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, സ്കോട്ടിഷ് വിസ്കി, മിനി ബോട്ടിൽസ്, തിസിൽ ഫ്ലവർ ഡിസൈൻസ്, അതാണ് സ്കോട്ടിഷിൻ്റെ നാഷണൽ സിമ്പിൾ. അപ്പോൾ അതേപോലെ തന്നെ റോയൽ ഫാമിലി റിലേറ്റഡ് സൊവിനിയേഴ്സ്, ഇതെല്ലാം തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഹാരി പോട്ടർ ഷോപ്പ് ഞങ്ങൾ നല്ലോണം ഒന്ന് കാണും. ഇതെല്ലാം തന്നെ നമുക്ക് കാണാം. ഇതൊന്നും തന്നെ ടിക്കറ്റ് എടുത്തൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇത് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നിങ്ങൾക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ ഇതെല്ലാം പോയി കാണണേ. ഞങ്ങളിത് കണ്ടിറങ്ങി. ഇടയ്ക്ക് ആൾക്കാർ അവിടെ ബാക്ക് പൈപ്പേഴ്സ് വായിക്കുന്ന കേൾക്കാൻ പറ്റുമോ. കുറേ സ്ട്രീറ്റിൽ നിന്ന് മ്യൂസിക് വായിക്കുന്ന ആൾക്കാരെയും അതേപോലെ പ്ലേസ് നടത്തുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. അവിടെ കുറേ പേരിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു ഷോപ്പാണ് വിസ്കി ട്രെയിൽ. ഇത് മിസ് ചെയ്യാനേ പാടില്ല. പല ടൈപ്പിൽ നമുക്ക് വിസ്കി സ്കോട്ട്ലാൻഡിൽ ഓബ്വിയസ്ലി സ്കോട്ടിഷ് വിസ്കി എല്ലാവർക്കും അറിയാം, അത് നല്ല ഫേമസ് ആണ്. അപ്പോൾ ഈ ഷോപ്പിൽ കയറുവാണെങ്കിൽ പല വെറൈറ്റി ഓഫ് വിസ്കിയും അതേപോലെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഷോട്ട് ഗ്ലാസ്സസ്, വിസ്കിക്ക് യൂസ് ചെയ്യുന്ന ഷോട്ട് ഗ്ലാസ്സസ് മുതൽ ഇതെല്ലാം കണ്ടോ, നല്ല ഡിസൈനർ ഗ്ലാസ്സസൊക്കെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം എക്സ്പെൻസീവാണ്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അവിടെ 20 pounds അബവ് ആയിരുന്നു. ഏറ്റവും ചെറിയ ഐറ്റംസ് പോലും നമുക്ക് 20 pounds അബവ് ആയിട്ടാണ് അവിടെ ഉള്ളത്. പക്ഷേ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ഷോപ്പ്. എനിക്ക് തോന്നുന്നു വരുന്ന എല്ലാ ടൂറിസ്റ്റും ഓൾഡ് ടൗണിൽ വരുവാണെങ്കിൽ ഇത് മിസ് ഔട്ട് ചെയ്യാത്തൊരു സ്ഥലമാണ് ഈ ഷോപ്പ്. ഇതിൽ കയറി നമുക്ക് പല ടൈപ്പിലുള്ള നല്ല പഴക്കമുള്ള വിസ്കി വരെ അവിടെ വെച്ചിട്ടുണ്ട്. വിസ്കി മാത്രമല്ല വേറെയും ഡ്രിങ്ക്സ് ഉണ്ട്. പക്ഷേ വിസ്കിയാണ് ഏറ്റവും കൂടുതൽ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നല്ല പഴക്കമുള്ള വിസ്കീസ് മാത്രമല്ല, നല്ല ഫഡ്ജ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിസ്കി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ബെയിലീസിൻ്റെ ഫഡ്ജൊക്കെയാണ്. കുറേ ഐറ്റംസ് കാണാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പേഴ്സ് കാണാൻ പറ്റും. ഒരു സ്റ്റോപ്പറിന് തന്നെ ഏകദേശം ഒരു 9 pound ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു 5 ml ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ചെറിയ ബോട്ടിൽസ്, അത് കളക്റ്റബിൾ പീസസ്. ഇതൊക്കെ സ്റ്റോപ്പേഴ്സാണ്. ഇത് പല സ്കോട്ട്ലാൻഡിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസസിൻ്റെ ഒക്കെ തന്നെ ഫോട്ടോസ് വെച്ച് അങ്ങനെ പറഞ്ഞാൽ അതെല്ലാം എംപോസ് ചെയ്ത സ്റ്റോപ്പേഴ്സാണ്. ഇതൊരു കളക്റ്റബിൾ പീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ കളക്റ്റബിൾ പീസാണ് ഇത്. നമുക്ക് ഒന്നും ഭയങ്കര ചെറുതാണ്, അത്ര മൈന്യൂട്ടാണ്. പക്ഷെ നല്ല രസമില്ലേ കാണാനായിട്ട്. 10 വർഷം പഴക്കമുള്ള സ്കോട്ടിഷ് വിസ്കിയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ 3 ബോട്ടിലായിട്ടുള്ളതുണ്ട്. അതേപോലെ സിംഗിളായിട്ടും വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുമേ. പക്ഷേ ഇത് നല്ലൊരു കളക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അങ്ങനത്തെ കുറേ യുണീക്കായിട്ടുള്ള ഐറ്റംസൊക്കെ കാണാൻ പറ്റിയ. ഇതാണ് ഞാൻ പറഞ്ഞ സ്കോച്ച് വിസ്കിയുടെ ചോക്ലേറ്റ്സ്. അതിൻ്റെ തന്നെ പല വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് ബാക്ക് പൈപ്പറിൻ്റെ സ്റ്റോപ്പറാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ ആൽക്കഹോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മാജിക്കൽ വേൾഡ് അല്ലെങ്കിൽ വണ്ടർലാൻഡ് പോലെയാണെന്ന് തന്നെ പറയാം നമുക്ക്. അത്രമാത്രം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ജിന്നും എല്ലാം, റം, ജിൻ, വിസ്കി, എന്തൊക്കെ വേണം, പല ടൈപ്പിലെ വൈൻസും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സ്കോച്ച് മേടിക്കുന്നതായിരുന്നു അവിടെ നല്ലത്. അത്ര റേറ്റൊന്നും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ പ്രസ്റ്റനിൽ നിന്ന് മേടിക്കുന്നതും സ്കോട്ട്ലാൻഡിൽ നിന്ന് മേടിക്കുന്നത് അങ്ങനെ വലിയ വ്യത്യാസമുള്ള പോലെ തോന്നിയില്ല. ഓൾമോസ്റ്റ് എല്ലാം ഒരേ പ്രൈസ് പോലെ. വില 1-2 pound അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. ഈ കാണുന്ന ശരിക്കും ഒരു യുണീക്ക് പീസാണ്. അബേ എന്ന് പറഞ്ഞ ഒരു ആനിമലുണ്ട്. ആ ആനിമലിൻ്റെ ഹോൺസ് വെച്ചുണ്ടാക്കുന്ന ഷോട്ട് ഗ്ലാസ്സസ് അല്ലെങ്കിൽ വിസ്കി ഗ്ലാസ്സസ് ആണ്.
ഇത് ഭയങ്കര റെയറായിട്ട് തോന്നി, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇത് നമുക്ക് അങ്ങനെ പറയുക കളക്റ്റബിൾ പീസായിട്ട് വെക്കാനാണെങ്കിലും ഒരു അടിപൊളി സാധനമാണിത്. അത് ഭയങ്കരമായിട്ട് നല്ല, പക്ഷേ എക്സ്പെൻസീവാണ്. ഇതൊക്കെ തന്നെ നല്ല ഡിസൈനർ ബോട്ടിൽസിലൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. നമ്മൾ സ്കോട്ട്ലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വിസ്കി കൾച്ചർ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. സ്കോട്ട്ലാൻഡ് ഫേമസ് ആണെന്ന് തന്നെ അവരുടെ സ്കോച്ച് വിസ്കി കൊണ്ടാണ്. ഇവിടെ വിസ്കി ഒരു നോർമൽ ഡ്രിങ്ക് മാത്രമല്ല, അതൊരു കൾച്ചർ ആൻഡ് ട്രഡീഷനാണ്. സ്കോട്ട്ലാൻഡിലെ വിസ്കി മേക്കിംഗ് ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ഹിസ്റ്ററിയാണ്. വാലീസിലുണ്ടായ പ്യുവർ വാട്ടർ, ബാർലി ആൻഡ് കോൾഡ് ക്ലൈമറ്റ് എല്ലാം വിസ്കി ടേസ്റ്റിന് നല്ലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. വിസ്കി യൂഷ്വലി ഡിസ്റ്റിലറീസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അവിടെ ബാർലി ഫെർമെൻറ്റ് ചെയ്ത് ഡിസ്റ്റിൽ ചെയ്ത് പിന്നെ ഓക്ക് ബാരൽസിൽ സ്റ്റോർ ചെയ്യും. ഇതിനെ ഏജിങ് പ്രോസസ്സ് എന്ന് പറയും പൊതുവെ. ചില വിസ്കി 10 ഇയേഴ്സ്, 12 ഇയേഴ്സ്, 18 ഇയേഴ്സ് ഒക്കെയാണ് ഏജ് ചെയ്യുന്നത്. ബോട്ടിൽസ് യൂഷ്വലി ഡെക്കറേറ്റീവ് പേർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് ഒരു അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലോബ് പോലെ ഡിസൈൻ ചെയ്തിട്ട് ബോട്ടിലാണ് അവർ വിസ്കി സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു അപ്പച്ചൻ അവിടെ നിന്ന് മാജിക്കൽ ട്രിക്സൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ലേഡി ഇതേപോലെ 2 ഡോഗ്സിനെയും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് നല്ല രസമാണ് ആ ഡോഗ്സിനെ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിരുന്നു. അതൊക്കെ കണ്ട് അവിടെയുള്ള ബാക്കിയുള്ള ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിന്ന് പിന്നെ കുറേ ഞാൻ പറഞ്ഞ പോലെ റോഡ് ഷോസൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഷോസൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നിന്ന് കണ്ട് ഞങ്ങൾക്ക് വേറെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ടൈമില്ലായിരുന്നു. ഞങ്ങൾക്ക് റിട്ടേൺ ട്രെയിനിനുള്ള ടൈമായിരുന്നു. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് മേളിലോട്ട് കയറുവാണെങ്കിൽ നമുക്ക് കാസിൽ കാണാമായിരുന്നു. പക്ഷേ അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല, തിരിച്ച് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം നല്ല ക്രൗഡഡായിരുന്നു. ഇത് ഓഫ് സീസണായിട്ട് പോലും നല്ല ക്രൗഡഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി. ഇതൊരു ഏഷ്യൻ സ്റ്റോറായിരുന്നേ, ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു റാപ്പൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്ന്. അപ്പോൾ ഏഷ്യൻസ് കൂടുതൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ എന്താണെന്ന് പറഞ്ഞാൽ ഏഷ്യൻ സ്റ്റോഴ്സ് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും അതേപോലെ എന്തോ ഐക്കോണിക് പ്ലേസാണ്. നമുക്കതൊന്നും അകത്തോട്ട് കയറി കാണാനുള്ള ടൈം കിട്ടിയില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്കതൊക്കെ കവർ ചെയ്യാവേ. അപ്പോൾ തിരിച്ചും ഞങ്ങൾ അതേ സ്റ്റെപ്സ് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.